ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, മദ്രസ ഉണ്ട്. ഇപ്പം മദ്രസക്കൊക്കെ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ വൈകിയിട്ടുണ്ട്. രാവിലെയൊക്കെ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ മദ്രസയൊക്കെ വിട്ട് വരുമ്പോഴത്തേന് ചായക്ക് കടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കപ്പ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കപ്പ പുഴുങ്ങും ചെയ്യാം, ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്കൂളില്ലാന്ന് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എന്തായാലും പറ്റൂല. അപ്പോൾ ദോശ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഇതിപ്പം മക്കൾ സ്കൂളില്ലാതെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ. പിന്നെ കപ്പൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണത് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ നല്ലോണം കഴുകിയാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പിന്നെ അറിയാലോ, ഒറ്റ വിസിൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കുക്കറിൽ കപ്പ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ചില ആൾക്കാർ പറയും കുക്കറിൽ കപ്പ വേവിക്കാൻ പറ്റൂല, കുറഞ്ഞ വെള്ളത്തിലല്ലേ വേവ്, അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടും കാര്യങ്ങളൊന്നും പോകില്ല പറയും. ഞാൻ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ് കപ്പൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം നമ്മളെ വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ഉള്ളിയും അതേപോലെ മുളകൊക്കെ ചുട്ടുകൊണ്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുക. ഉണക്കമീനും ചുട്ടതിൻ്റെ കൂടെ കൂട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ലല്ലോ, ചുടാനൊന്നും ഇപ്പോൾ അടുപ്പ് കത്തിക്കാൻ പോകാനൊന്നും ഇപ്പോൾ നേരമില്ല. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിന്. പിന്നെ അതിക്ക് വറ്റൽമുളകും പുളിയൊക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇനി ഇതാ നമ്മളെ കപ്പ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഒന്നേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ ചെറിയ ഉള്ളി കേട്ടോ. ചില സമയത്ത് കിട്ടുന്ന ഉള്ളി അങ്ങനെയാണ്, കുറച്ച് വലിപ്പം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ജാറിലിടുമ്പോൾ അരയാൻ പ്രയാസമാവും. അരയൊന്നും വേണ്ട, ഒന്നും ഇങ്ങോട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പുളിയും അതേപോലെ വറ്റൽമുളകൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ, അതായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 10 വറ്റൽമുളകൊക്കെ ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ അതൊക്കെ നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. അതേപോലെ ഒരു 3-4 കുരു പുളിയുണ്ട്, അതുമായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറട്ടെ. ചൂടാറിയിട്ട് ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരക്കൊന്നും വേണ്ട, ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കപ്പ വെന്തിട്ടുണ്ട്. ഇനി കപ്പ വെന്ത് ഊറ്റി വെച്ച് ഒരു വാഴൻ്റെലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചമ്മന്തി അരച്ചതും അതിൻ്റെ ഒരു തലക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കും. അപ്പോൾ ഈ ഒരു ചമ്മന്തിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് തന്നെയാണ് ചമ്മന്തി ഉണ്ടാക്കിയതൊക്കെ. പക്ഷേ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. പിന്നെ അതേപോലെ ഒരു ഉണക്കമീനും ഉണ്ട് ഇനി ഫ്രൈ ചെയ്തത്, അതും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീൻ ചമ്മന്തിയിൽ ചേർത്താൽ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ചമ്മന്തി നല്ല ഇഷ്ടമാണ്, പക്ഷേ മക്കൾക്ക് പറ്റൂല. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒരുക്ക് വേറെയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ഉണക്കമീനായി ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണക്കമീനും കൂട്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കണ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഈ ഉള്ളിൻ്റെയും മുളകിൻ്റെയൊക്കെ കൂടെ ഉണക്കമീൻ ചുട്ടുകാണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്ത് നല്ലോണം ഞെരിച്ചെടുത്ത് ഉണക്കമീനാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. പണ്ടുള്ളവരൊക്കെ അങ്ങനെ തന്നെ അധികം ഉണക്കമീനാണല്ലേ കഴിക്കാൻ. ഇന്നത്തെ പോലെ അങ്ങനെ പച്ചമീനൊന്നും വല്ലാതെ വാങ്ങൂല. എൻ്റെ വല്യമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഉമ്മാൻ്റെ അമ്മയൊക്കെ അധികം ഉണക്കമീനേക്കാരോ വീട്ടിൽ ഇനിയിപ്പോൾ ചിക്കനോ ബീഫൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും ഉണക്കമീൻ ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല. എൻ്റെ വല്യമ്മക്കൊക്കെ എന്നും അങ്ങനെ വേണ്ടീനി. അതിനിപ്പോൾ പൊരിക്കണം എന്നൊന്നുമില്ല, ഉണക്കമീൻ ചുട്ടുകാണ്ടാണെങ്കിലും ഒരു ചമ്മന്തിയിലും അതുകൊണ്ട് വേണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലമൊക്കെ. അപ്പോൾ അതൊക്കെ ഓരോ ഓർമ്മകളായിപ്പം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാനും മക്കളൊക്കെ കഴിച്ചു. അപ്പോൾ ഷുഗർ ആണെങ്കിലും 1-2 കഷ്ണം കപ്പയൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മധുരം ഇട്ടൊന്നും വല്ലാതെ കഴിക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുക. പിന്നെ ചോറ് അപ്പുറത്തടുപ്പത്ത് ഞാൻ തീമിട്ടിട്ടുണ്ട്. അപ്പം ഇനി ചോറിന് കറി ഉണ്ടാക്കണം. കറി ഞാൻ കുമ്പളങ്ങയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽക്കൊരു തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് കേട്ടോ. ഇനി പരിപ്പും വേണം. അപ്പോൾ ഞാൻ ഈ ചുമന്ന പരിപ്പാട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കറി ഉണ്ടാക്കിയാൽ. മറ്റേ പരിപ്പില്ലേ, മഞ്ഞപ്പരിപ്പ് ഒരു കട്ടേക്കാരം മാവേലിയിൽ നിന്നൊക്കെ വാങ്ങണത്. അത് വെന്തിട്ടാനും പ്രയാസമാണ്. പിന്നെ അതിൻ്റെ ഒരു
ചൊവ വേറൊരു ചൊവ പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാ അറിയില്ല. എനിക്ക് ഈ പരിപ്പ് കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് ഇഷ്ടം. അപ്പോൾ ചിലപ്പോൾ മഞ്ഞപ്പരിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടതിന്. ഇനി ഇതാ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാണ് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2-3 വിസിലടിച്ചാൽ മതി കേട്ടോ. പരിപ്പ് തന്നെ തിളച്ചാൽ വേവണ പരിപ്പാണ്. കുമ്പളങ്ങൾക്കും അങ്ങനെ അത്യാവശ്യം വലിയ വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ 2-3 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ കോവക്ക ഉണ്ടായിന്. അപ്പോൾ അതും ഞാൻ വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കനല്ലാതെ ഇതേപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ എളുപ്പം വെന്തും കിട്ടും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചെറിയ ബൗളിലാക്കി കാണിക്കണം. എന്താ വെച്ചാൽ എൻ്റെ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ എൻ്റെ മക്കൾ പൊട്ടിച്ചിരിക്കണം കേട്ടോ. ഇന്നലെ ഞാൻ എങ്ങോട്ടോ പോയിനി, ഞാനില്ലാത്ത സമയത്ത് ഒരു മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് എന്തിനോ വെളിച്ചെണ്ണ കുപ്പി എടുത്തതാണ്. അപ്പം നമ്മളെടുക്കുമ്പോൾ കുപ്പിമേലല്ല പിടിച്ചാവൂല. അതിൻ്റെ ആ പിടുത്തത്തുമ്പോൾ പിടിച്ചപ്പം അടപ്പ് ശരിക്കും അടഞ്ഞിട്ടില്ലേനു, എന്താ അറിയില്ല, എന്തോ കയ്യിൽ നിന്ന് വീണുകൊണ്ട് പൊട്ടി വെളിച്ചെണ്ണയും കുപ്പിയും ഒക്കെ പോയി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വെളിച്ചെണ്ണ കുപ്പി തന്നെയിട്ട്. അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നല്ലതൊന്ന് വാങ്ങണം. അപ്പോൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി അല്ലേ, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിന് ഒരു 3-4 അല്ലി, അത് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക് ഇട്ട് കൊടുത്തു. അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് നമുക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കുക. അപ്പോൾ ഒക്കെ കൂടെ ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതാ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കണില്ല. നമ്മളിത് കനം കുറച്ചരിഞ്ഞതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് അങ്ങനെ വേവിച്ചെടുത്തു. പിന്നെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിക്ക് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് പിന്നെ വീണ്ടും നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വെന്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് മുളക് പൊടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളക് ഇടുന്ന കാട്ടിലും ടേസ്റ്റ് മുളക് പൊടി ഇടുമ്പോഴാണ്. അപ്പോൾ ഇതാ മുളക് പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതേപോലെ കോവക്കുപ്പേരി വെച്ചാണ്ട് കഴിച്ചാൽ ഏത് ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. ഇവിടെ മക്കൾക്കൊന്നും വലിയൊരു ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എങ്ങനെ വെച്ചപ്പോൾ ഓരും കഴിച്ചിട്ടുണ്ടേന്. പിന്നെ മീനുണ്ട്, ഫ്രിഡ്ജിൽ മീനുണ്ടേനും. അത് ഐസൊക്കെ വിടാൻ വേണ്ടി കുറച്ച് നേരമായിട്ടോ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പം ഇനി ഇതൊന്ന് ഉപ്പും മുളകൊക്കെ തേച്ച് വെക്കണം. അപ്പോൾ ഇത് ആവോലി മീനാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. പൊള്ളിക്കാനൊക്കെ പറ്റിയ മീൻ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ടാണ് വാങ്ങിയത്. പിന്നെ പൊള്ളിക്കാനൊന്നും എടുത്തില്ല കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ പൊള്ളിക്കുമ്പോൾ വലിയ പീസായിട്ട് വലിയ ഇതേപോലെ കട്ട് ചെയ്യാതെ അങ്ങനെ എടുക്കുമ്പോഴല്ലേ ടേസ്റ്റ് അല്ല, കാണാനൊരു ഭംഗി. ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ കാര്യം മുറിച്ചാലും മുറിച്ചിട്ടില്ലെങ്കിലൊക്കെ. അപ്പം പിന്നെ ഒരു ദിവസം പൊള്ളിക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചു. പിന്നെ അതാ പരിപ്പ് കറിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറി. ചിലർ പരിപ്പ് കുത്തിക്കാച്ചിയത് എന്നൊക്കെ പറയില്ലേ ഇങ്ങനത്തെ കറിക്ക്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചേർത്തല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ പുളി ചേർത്തിട്ടില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കുരു പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയൊരു പുളിയും കൂടിയും കിട്ടുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോഴേ. അപ്പം ഞാൻ ഇപ്പോൾ തക്കാളി ചേർത്തതുകൊണ്ട് ആ തക്കാളിൻ്റെ പുളി മാത്രം മതി. അപ്പോൾ കറി കുക്കറിൽ നിന്ന് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്ത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളക് ഇട്ട് ആ കറിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അതേപോലെ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പേരിയും കറിയൊക്കെ വെച്ച പാത്രം ഉണ്ടല്ലോ, മാറ്റി കൊടുത്ത പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രം കുറേ ആൾക്കാർ ചോദിച്ചിട്ടോ ഇതിൻ്റെ ലിങ്ക് ഉണ്ടോയെന്നൊക്കെ. ഇതിൻ്റെ ലിങ്ക് എനിക്കറിയില്ല. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ പാത്രങ്ങൾ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ട് ഇതേപോലെ മാറ്റി വെക്കാനൊക്കെ നല്ലതാട്ടോ അങ്ങനത്തെ പാത്രം. ചട്ടി പാത്രങ്ങളൊന്നും അടുക്കളയിൽ അങ്ങനെ ഒരുവിധം ഇതായി കാണൂല്ല. ഇതേപോലെ മാറ്റി വെച്ചിട്ട് നമുക്ക് അതൊക്കെ കഴുകി വെക്കുകയും ചെയ്യാം. നല്ല പാത്രങ്ങളാണ് കേട്ടോ, സെറാമിക്കിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ ഇതാ നമ്മളെ കറി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഉപ്പ് കുറവുണ്ടേനി, പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനി. ഇനിയിപ്പോൾ മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇന്നത്തെ കുക്കിംഗ് തീർന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ മീനൊക്കെ ഉപ്പുമുളകും തേച്ച് വെച്ചിനല്ലേ, നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഈ ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് കേട്ടോ മീനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലാകുമ്പോൾ എളുപ്പമാവും, കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ടേ. പിന്നെന്താ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഉപ്പാൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ അധികം കമൻസിനും റിപ്ലൈ തരുന്നില്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ എന്തോ ഒരു സുഖമല്ല കേട്ടോ മനസ്സിക്ക്, ഒന്നാമത് അതാണ്. പിന്നെ വീഡിയോ ഇടാതെക്കാനും കഴിയണില്ല, അതൊക്കെയാണ് കേട്ടോ. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളായിട്ട് സന്തോഷങ്ങളല്ലേ നമ്മൾ പങ്കുവെക്കലുള്ളൂ, സങ്കടങ്ങളൊന്നും പങ്കുവെക്കണില്ലല്ലോ. അപ്പോൾ പല റിസൾട്ടിനൊക്കെ ഞാനും ചിഞ്ചുമോളും ഇന്നലെ പോയിന് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എന്താണെന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇവിടെ നിലമ്പൂർ ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ MESലൊക്കെ ആകുമ്പോഴേ കുറച്ചധികം ദൂരമല്ലേ, അപ്പോൾ ഉപ്പാക്ക് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാറിൽ പോയാൽ അപ്പോൾ ഛർദ്ദിക്കും. പിന്നെ ഓട്ടോയിലൊക്കെ അത്രയും ദൂരം പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും തിങ്കളാഴ്ച ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയേണ്ട വിവരങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളധികം കുക്കിംഗ് വീഡിയോസ് അല്ലേ ചെയ്യൽ. കുക്കിംഗ് അല്ലാത്ത വീഡിയോ ഒന്നും ഇട്ടാൽ നമ്മളെ ചാനലിൽ അങ്ങനെ കയറൂല കേട്ടോ. അങ്ങനെ ഈ ഡെയിലി വ്ളോഗൊക്കെ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒന്നാമത് അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസൊന്നും ഇടാത്തത്. പിന്നെ പറഞ്ഞാൽ കുക്കിംഗ് ചെയ്യാതെക്കാനിട്ട് വെയ്യാനും. അപ്പോൾ ചില ദിവസങ്ങളിലൊന്നും ഞാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അതൊന്നും ചിലപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ലല്ലോ. ചില ദിവസങ്ങളിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കറിയും അതേപോലെ തന്നെ ഉപ്പേരി മീനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ അന്ന് വീഡിയോ എടുക്കും. ചിലപ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കാനുള്ള മൂടുണ്ടാവില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ മക്കൾ മുട്ട പൊരിച്ചാണ്ട് ഓല് ചോറ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പോവൽ. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ടെൻഷനാണ്, നല്ല ടെൻഷനുണ്ട് എനിക്ക്. എന്തൊക്കെയോ പറഞ്ഞാലും ഉപ്പാൻ്റെ അസുഖത്തിനെ കുറിച്ചിട്ട് അങ്ങനെ, പിന്നെ ഉമ്മാക്ക് സുഖമില്ലാതായിട്ട് അങ്ങനത്തെ ടെൻഷനുകളൊക്കെയാണ്. അല്ലാത്ത ടെൻഷനൊന്നും അല്ല. അങ്ങനെയാണ് എനിക്ക് ഷുഗർ കൂടി തോന്നുന്നുണ്ട്. എനിക്ക് ഈ ടെൻഷൻ ഉണ്ടായാലും ഷുഗറൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഞാൻ മധുരട്ട് അങ്ങനെ ചായ ഒന്നും കഴിക്കലൊന്നുമില്ല. പിന്നെ പറഞ്ഞാൽ നമ്മളെ ടെൻഷൻ അങ്ങനെ നമ്മൾ മക്കളെ കാണിക്കേ ഒന്നും ചെയ്യലില്ല കേട്ടോ. ഞാൻ അങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഓരെന്നെ വന്ന് പറയുന്നു, ഉമ്മച്ചി കുക്കിങ്ങിന് ഇറങ്ങണ്ടെന്ന്, ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ പോണത് കേട്ടോ. മനസ്സിന് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ. ഞാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ നല്ല മോട്ടിവേഷൻ കൊടുക്കും. ഞാൻ എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ വിളിച്ചാണ്ട് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ പറയുമ്പോഴേ ഞാൻ പറയും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേറെ സങ്കടമാണല്ലേ. ഇനി സമാധാനിപ്പിക്കാൻ ആൾക്കാരില്ലായിട്ടല്ല സമാധാനിപ്പിക്കും. പക്ഷെ പറഞ്ഞിട്ട് അറിയില്ല, എന്നാലും എന്തൊക്കെയോ പോലെയാണ് ചില സമയത്ത്. പിന്നെ ചില കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് എന്നെ സ്നേഹിക്കണ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതൊക്കെയാണ് കേട്ടോ. 2 മണിയായി ആ വീഡിയോ കാത്തിരിക്കണ എത്രയോ കൂട്ടുകാരുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്താ വീഡിയോ വരാത്തത് ചോദിച്ചിട്ട്. അങ്ങനെ കട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച്. യൂട്യൂബ് വരുമാനം കിട്ടുന്നതുകൊണ്ട് ഞാനങ്ങനെ ദൂർത്തടിച്ച് കളയേ ഒന്നും ചെയ്യല്ലോ. ഒക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ പൈസ ചിലവാക്കുള്ളൂ. അല്ലാതെ ദൂർത്തടിക്കണ സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഡെയിലി വരുമാനം എല്ലാ മാസവും നമുക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ചാനൽ ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. ഓള് ഞാനിപ്പോൾ പറയണില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഉപ്പാൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.